ഹലോ, ജൂജിമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട വെച്ചിട്ടുള്ള ഒരു കിഡ്ഡലൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ജൂജിമ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കോഴിമുട്ടയൊന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കണം. നമുക്ക് ആവശ്യമുള്ള എത്ര മുട്ട, 8 മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ടയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള കണക്കിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ അരിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒർഗാനോ ചേർത്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ അയമോദകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും. അത് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിന് വേറൊരു സ്മെല്ല്, അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള ബാറ്ററായിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. എന്നുവെച്ചാൽ നമ്മുടെ മുട്ട ഇങ്ങനെ അതിൽ കോട്ടഡായിട്ട് വരണം. അപ്പോൾ ആ രീതിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ ഇപ്പോഴാണ് ഓർഗാനോ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഓർഗാനോന് പകരം ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം. അങ്ങനെ കട്ടയില്ലാതെ ഇതാക്കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ ലൂസാക്കി എടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ നല്ല തിക്ക് ബാറ്ററായിട്ട് കിട്ടും. സ്പൂണിൽ നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയിലാണ് കുറച്ച് പരിപാടികളുള്ളത്. അപ്പോൾ മുട്ട എല്ലാം തന്നെ നമുക്കിതുപോലെ ഒന്ന് തൊണ്ട് പൊളിച്ചിട്ട് കിട്ടണം. അങ്ങനെ എല്ലാ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ നെടുകെ പൊളിച്ച് നെടുകെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഉണ്ണി മൊത്തവും നമുക്ക് മാറ്റണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മസാലയാണ്. ഈ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റും സവാളയും പച്ചമുളകുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 1 സവാളയും 1 ക്യാരറ്റും പച്ചമുളക് ഒരു 3-4 എണ്ണം എടുക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ ആദ്യം സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഹാഫ് കുക്ക്ഡ് ആയാൽ മതിയാവും. വേഗം തന്നെ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുക, അത്രയേ വേണ്ടിയുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഈ മസാലയിൽ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. ശരിക്കും ഇതിനൊരു കടിക്കുന്ന പാകം തന്നെ ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകുന്ന ഒരു ഇതുണ്ടാവാൻ പാടില്ല. എന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ടയുടെ ഈ യോക്ക് പോർഷൻസ് എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അങ്ങനെ എല്ലാം തന്നെ മസാലയായിട്ട് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക എല്ലാം തന്നെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടയുടെ ആ യോക്ക് പോർഷൻ മാറ്റിയ ഭാഗത്തേക്ക് ഈ ഫില്ലിങ് ഇതുപോലെ നിറച്ച് കൊടുക്കുക. ഹാഫ് പോർഷനായിട്ട് നിറച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ മുട്ടയുടെ പകുതിയിലും ഇതേപോലെ നിറച്ച് കൊടുക്കാം.
മുട്ട വെച്ചിട്ടൊരു ചമ്മന്തി നേരത്തെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ കൂട്ട് ഭയങ്കര ഡിഫറെൻ്റാണ്. തേങ്ങ ചമ്മന്തി ഇതുപോലെ മുട്ടയുടെ യോക്കുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ ലിങ്ക് ഞാനിതുപോലെ കൊടുത്തേക്കാം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഈ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ബാറ്ററിൽ നല്ല പോലെ കോട്ട് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് കൈ വെച്ച് ചെയ്യേണ്ട, സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലോണം കോട്ടഡ് ആവാനായിട്ട് നല്ലത്. നല്ല കോട്ട് ചെയ്തിട്ട് അതിതുപോലെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഈ മുട്ടയുടെ പരിപാടികൾ ഇതേപോലെ വെളിച്ചെണ്ണയിലിട്ട് ചെയ്യുമ്പോൾ ഒന്ന് നീങ്ങി നിന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഒന്ന് നീങ്ങി നിന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ എഗ് ബോണ്ട റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണിത്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു സ്നാക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇത് ഇടുന്ന സമയത്ത് എല്ലാം കൂടെ പെട്ടെന്ന് ഒരുമിച്ചിടുന്നതിനേക്കാളും ഒന്നിട്ട് അത് ഒന്ന് ആ കോട്ടിങ് ഉണ്ടല്ലോ അതൊന്ന് വേവുമ്പോൾ അടുത്തത് ഇടുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ട് കോട്ടിങ് നമ്മൾ ഓരോന്ന് എടുക്കാൻ നോക്കുമ്പോൾ കോട്ടിങ് ഇങ്ങനെ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരെണ്ണിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അടുത്തത് ഇടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.